രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന ദുരന്തത്തിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ കേന്ദ്ര സർക്കാരിന് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു. 2 പേജുള്ള റിപ്പോർട്ടാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് കൈമാറിയത്. അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ എന്തൊക്കെയാണ്? റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതുവരെയും കേന്ദ്ര സർക്കാരും അതോടൊപ്പം നിലവിൽ പുറത്തുവിട്ടിട്ടില്ല. എന്നാലും 2 പേജുള്ള പ്രാഥമിക സമർപ്പിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ 1 മാസത്തിനകം വിശദമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാരിന്റെയും വ്യോമയാന മന്ത്രാലയത്തിന്റെയും ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. ഇത് 4 ദിവസം മാത്രമാണ് ഇപ്പോൾ 1 മാസം പിന്നിടാനായിട്ടുള്ളത്. ഇപ്പോൾ പ്രാഥമിക റിപ്പോർട്ട് എന്ന നിലയ്ക്ക് 2 പേജ് അടങ്ങുന്ന റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. എന്നാലും അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ എയർക്രാഫ്റ്റ് ബ്യൂറോയാണ് ഇപ്പോൾ അവരുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്ലാക്ക് ബോക്സ് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലെ വിവരങ്ങളൊക്കെ തന്നെയും ഇതിൽ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് സൂചനയായി ലഭ്യമാവുകയും ചെയ്തിട്ടുള്ളത്. അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ നേരത്തെ തന്നെ ഈ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിൽ അടങ്ങിയിട്ടുള്ള മെമ്മറി കാർഡുകളൊക്കെ തന്നെയും ഡീകോഡ് ചെയ്യുകയും പിന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വിശദമായിട്ടുള്ള റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കുമെന്ന് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു അബ്ദുൾ റഷീദ്.